ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട അനുസരിച്ചും പ്രവേശിച്ചും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹമുള്ള കുട്ടികളെ, കുരുവരങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഭാരകവാടത്തിൻ്റെ റോഡരികിലുള്ള ചാപ്പലിൻ്റെ മുൻഭാഗത്ത് എഴുതിയിരിക്കുന്ന ഒരു കൊച്ചു വാചകമാണ് പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ദേവാലയത്തിൽ കടന്നു വരുന്നത്. ഇവിടെ പ്രത്യേകമായ പരിശുദ്ധ അമ്മയുടെ മുത്തിയമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും നമുക്കായിട്ട് അവൾ വിനിയോഗിക്കുന്നു. അവരോടുള്ള യാതന പ്രാർത്ഥന സമർപ്പിക്കുന്നതിൽ എപ്പോഴും നമുക്കൊരു കൗതുകമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഉപേക്ഷിക്കത്തവളാണ് നമ്മുടെ അമ്മ, അതേ പ്രവരകാറ്റമത്തി അമ്മ. ഇവിടെ ഈ ഇടവക്കാർ മാത്രമല്ല, ഈ സമീപ പ്രദേശമുള്ളവർ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ ആളുകൾ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ ആദ്യ ശനിയാഴ്ചകളിൽ, വെള്ളിയാഴ്ചകളിൽ, മറ്റ് എല്ലാ ദിവസങ്ങളിലും ഒക്കെ ആയിട്ട് സമ്മേളിക്കാറുണ്ട്. വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പുരുഷൻ്റെ കീഴിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കപ്പെടുന്നു. പുരാതന പ്രസിദ്ധമായ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പള്ളിയുടെ അതിപുരാതനമായ ഈ കുറവരങ്ങാട് ദേവാലയവും പരിസരവും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിലെ നിലവിലെ അന്നതുപോലെ ഇന്നമായിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. അതുപോലെ തന്നെ ഈശോയുടെ പ്രത്യേകമായ അനുഗ്രഹത്താൽ, പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥയാൽ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ഓരോ കുടുംബവും, ഓരോ സമൂഹങ്ങളും പ്രത്യേകമായ രീതിയിൽ അമ്മയുടെ സംരക്ഷണവും മധ്യസ്ഥയും അനുഭവിക്കുന്നവരാണ്, അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരാണ്. അത് നമുക്ക് സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. അമ്മയോട് ചേർന്ന് അമ്മയുടെ കൃതജ്ഞത പ്രകാശത്തിൻ്റെ ഭാഗമാണ് നമ്മൾ സുവിശേഷം ഇപ്പോൾ ശ്രമിച്ചത്. എൻ്റെ ആത്മാ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. ഈ സ്തുതിപ്പും ആരാധനയും ആനന്ദവും നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ ജീവിതത്തിലും അനുഭവപ്പെടുകയാണ്. അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ഈശോയുടെ സാന്നിധ്യം നമുക്ക് കൂടുതൽ ഹൃദയമായി അനുഭവപ്പെടുന്നു. ഈശോയെ ലോകത്തിൽ നൽകിയ അമ്മ ആ ഈശോയെ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ രീതിയിൽ കാണിച്ചു തരുന്നു. ഒപ്പം എങ്ങനെയാണ് ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ആ രീതിയിൽ അമ്മ നമ്മുടെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും തൻ്റെ തിരക്കുമാരിൽ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യപ്പെട്ടുള്ളവ കുറവുകൂടാതെ പ്രാപിച്ചു തരികയും ചെയ്യുന്നു. ഞാനിന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഈ കുർബാന അർപ്പിക്കുവാനായിട്ട് അന്തസ്സിനോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്കേറെ സന്തോഷം തോന്നി. കാരണം ഇതൊരു കൃതജ്ഞതാ ബലിയായിട്ട് അർപ്പിക്കുവാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമായിട്ട് ഞാനിത് കാണുകയാണ്. എന്താണ് കൃതജ്ഞതയായിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പ്രത്യേകമായ വിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു ഇടപെടൽ, ഒരു അനുഗ്രഹം എനിക്ക് നേരിട്ട് ലഭിക്കാനിടയായി എന്നുള്ളത് സന്തോഷത്തോട് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏതാണ്ട് 8 വർഷങ്ങൾ മുമ്പ് ഇതുപോലെ തന്നെ ഏറ്റുനോയിമിൻ്റെ ഒരു ഇടദിവസത്തെ കുർബാനയ്ക്ക് അന്ന് വികാരിയായിരുന്ന ഒരുപാട് തടത്തിലച്ഛൻ എന്നെ ക്ഷണിച്ചു. ഞാനവിടെ വരികയും കുർബാന അർപ്പിക്കുകയും ചെയ്തു. അന്ന് ഇതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ബഹുമാനിൽ വന്ന് ഞാൻ കുർബാന അർപ്പിക്കലായിട്ട് നിന്ന് സുവിശേഷം വായിക്കുന്ന അവസരത്തിൽ എനിക്കൊരു ഉത്കണ്ഠ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, 2006 എനിക്ക് എത്രയായതിനു ശേഷം പ്രത്യേക ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു, അസുഖമുണ്ടായിരുന്നു, ചെവിയുടെ ബാലൻസിൻ്റെ പ്രശ്നം. അതുകൊണ്ട് അത് ഒരു ഓപ്പറേഷൻ വഴി സൗഖ്യം പ്രാപിച്ചുവെങ്കിലും അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഒരുപാട് നേരം ഫ്രീ ആയിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണമെന്ന്. അങ്ങനെ ശ്രദ്ധിച്ച് പോരുകയായിരുന്നു. ഒരു കുർബാനയും പ്രസംഗവും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും സാധാരണ ഒരു 1.5 മണിക്കൂറോളം ആകുമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ആ അവസരത്തിലെല്ലാം ഒരു ഓപ്പറേഷൻ ശേഷം ഞാൻ ഇരുന്നു കൊണ്ടാണ് പ്രസംഗം പറഞ്ഞിരുന്നത്. കാരണം അത്രയും സമയം 10-15 മിനിറ്റ് സമയം ഒരു നിൽപ്പിന് ഒരു മാറ്റം വരും. ബാക്കി കാര്യങ്ങൾ കുർബാന എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കുർബാനയ്ക്ക് ഇതുപോലെ സുവിശേഷ വായന കഴിഞ്ഞ്
പ്രസംഗത്തിനായിട്ട് ആരംഭം ഇവരുടെ മനസ്സിൽ അമ്മയുടെ ഒരു പ്രാർത്ഥന ഉയർന്നു. ഞാനിവിടെ ഒന്നാമത് എനിക്കധികം പൊക്കമില്ല, നിങ്ങൾക്കറിയാം. ഞാനിവിടെ ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചാൽ എൻ്റെ മുമ്പിലുള്ള ആളുകൾക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾ ഏറ്റവും മുമ്പിലിരിക്കുന്ന ഏതാനും പേര് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അമ്മയുടെ പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞു, അമ്മയെ കാത്തുകൊള്ളണമേ. ഞാൻ ഏതായാലും അമ്മയുടെ സംരക്ഷണയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും ആ പ്രസംഗം അന്ന് ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥനയിൽ ഞാൻ സാധാരണ പതിവ് പോലെയുള്ള 10-15 മിനിറ്റ് സമയം നിന്നുകൊണ്ട് പ്രസംഗിച്ചു. ഒരു കുഴപ്പമുണ്ടായില്ല. കുർബാനയും അതുപോലെ തന്നെ വരുമുള്ളതുപോലെ വളരെ കുർബാനയായിട്ട് ആവശ്യമായിട്ട് കുർബാന അർപ്പിച്ചു. ഒരു കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ലതിനുണ്ടായിരുന്നു, ലതിന് നടത്തി. അത് കഴിഞ്ഞിട്ട് ജമാല പ്രദർശനം ദേവാലയത്തിൽ ചുറ്റുമായിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് അതും വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതോടുകൂടി ആ ഒരു അനുഭവം ഇരുന്നുകൊണ്ടുള്ള പ്രസംഗം എന്നേക്കുമായിട്ട് മാറ്റിക്കളഞ്ഞു. അതാണ് എനിക്ക് അമ്മ പ്രത്യേകമായത്. ഈ ദേവാലയത്തിലൂടെ ഒരു വരങ്ങാറ്റ് ബുദ്ധിയമ്മയുടെ പ്രത്യേക കൃപയായിട്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. അത് പിന്നെ ഇപ്പോൾ വർഷങ്ങൾ പലത് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഒരു മെത്രാനത്തെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഒരുപാട് സമയമെടുക്കുന്നതാണ്. കുർബാനയാണെങ്കിലും പട്ടം കൊടുക്കൽ ശുശ്രൂഷയാണെങ്കിലും ദേവാലയം വെഞ്ചരിപ്പാണെങ്കിലും അതൊക്കെ 3 മണിക്കൂർ കുറയാത്ത തിരുക്കർമ്മങ്ങളാണ്. അങ്ങനെയുള്ള തിരുക്കർമ്മങ്ങളിലൊക്കെ ഒരിക്കലും ഇരിക്കുന്ന പ്രത്യേകമായി ചെയ്യേണ്ടി വന്നിട്ടില്ല. പ്രസംഗം മാത്രമല്ല, എല്ലാ ശുശ്രൂഷകളും നിന്നുകൊണ്ട് തന്നെ അതിൻ്റെതായ ഏത് പൊസിഷനാണ് ബൈബിളിൽ ടെക്സ്റ്റായി കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് ഇന്ന് നിങ്ങളെല്ലാവരെയും സാന്നിധ്യത്തിൽ അമ്മയ്ക്ക് നന്ദി പറയുവാനും നിങ്ങളോട് ചേർത്ത് ഇതുപോലെ ഇതിന് സമാനമായതിനും വലുതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ആഗ്രഹിക്കുന്ന നിങ്ങളെല്ലാവരോടുമായിട്ട് ഈ സംഭവം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉള്ളവളാണ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവളാണ്. ഉപേക്ഷിക്കാതെ നമ്മുടെ പ്രാർത്ഥന ദൈവകൃപ സമർപ്പിച്ച് സാധ്യതയാണ്. അതുകൊണ്ട് പ്രത്യാശയോടുകൂടി കർത്താവിനെപ്പറ്റി അമ്മയോട് ചേർന്ന് നിൽക്കുവാനും അമ്മയുടെ കുറ്റപിടിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഈശോയിന് കൂടുതലായ കൃപയൊരിക്കലും പ്രാപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിലെ 8 നോയമ്പിൻ്റെ 2ാം ദിവസത്തിലാണ് ഇന്ന് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഈ 8 ദിവസങ്ങളിലും വളരെ പ്രത്യേകമായ ഇവിടെ കുർബാനയും സന്ദേശവും മറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷയെല്ലാം നടത്തി വരികയാണ്. ഇതെല്ലാം വളരെ സജീവമായി സംബന്ധിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ദൈവകൃപ നിറഞ്ഞ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ നയിക്കപ്പെടുക. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞത് ദൈവകൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. ഈ നന്മ നിറഞ്ഞ അനുഭവത്തിലേക്കാണ് ഞാനും നമ്മളെല്ലാവരും വിളിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധ കന്യകയുടെ അടുക്കൽ വന്ന് നന്മ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുമ്പോൾ ദൈവത്തോട് എത്രത്തോളം അവൾ ഐക്യപ്പെട്ടിരുന്നു, അവളുടെ ജീവിതം എത്ര മനോഹരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈശോയ്ക്കേറ്റവും ദൈവത്തിനേറ്റവും പ്രിയപ്പെട്ട പുത്രി, ആ പുത്രസ്ഥാനത്തേക്കാണ് പുത്രന്മാരും പുത്രിമാരുമായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ടുള്ളത്. ഈശോയുടെ സ്നാന അവസരത്തിൽ, മാമോദീസ സ്വീകരിച്ച അവസരത്തിൽ, സ്നേഹവിവരങ്ങളിൽ സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ പൊങ്ങിയ അവസരത്തിൽ പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകമായ വെളിപ്പെടുത്തലുണ്ടായി. നമുക്കറിയാം, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ആവസിച്ച് നമ്മൾ വായിക്കുന്ന സുവിശേഷങ്ങളിൽ ഇവൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈശോ രൂപാന്തരപ്പെട്ട താബോർ മലമുകളിലും ഏരിയായി മോശിക പ്രത്യക്ഷപ്പെട്ട അവസരത്തിലും ഒരു അശരീര വാക്യം കൂടെ ഉണ്ടാകുന്ന സ്നേഹന്മാർ ശ്രദ്ധിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, നിങ്ങൾ ഇവനെ ശ്രവിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പുത്രസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പുത്രിസ്ഥാനത്തേക്കാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിട്ടുള്ളത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനും പുത്രിയുമായിട്ട്
മാമോദീസായിലൂടെ കർത്താവ് നമ്മെ തൻ്റെ സ്വന്തം ജനമാക്കി മാറ്റുകയും ആ വിശുദ്ധിയിൽ വളരാനും ഉയരാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും അങ്ങനെ മറ്റുള്ളവരെ കൂടി ആ ഈശോയുടെ സ്നേഹത്തിലേക്ക് ദൈവ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മെ പ്രത്യേകം ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രബലകാല പ്രദേശത്തുള്ള എത്രയോ മിഷണറിമാർ, വൈദികരായിട്ടുള്ളവർ, സന്യസ്തരായിട്ടുള്ളവർ, ആത്മായ പ്രേസറായിട്ടുള്ളവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് ഇന്ന് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ അവരുടെയൊക്കെ ആ പ്രേക്ഷിത ചൈതന്യം നിറഞ്ഞ അനുഭവം ഈ ദേവാലയത്തിലും മാമോദീസം സ്വീകരിച്ച് സൈലൈഫിൽ സ്വീകരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കടന്നുപോയ വേരുകളിലൂടെയെല്ലാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പുത്രനും പുത്രിയുമായിട്ട് അനുഭവിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അത് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടി ഈശോയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ശ്രമമാണ്. ആ ദൗത്യത്തിലേക്കാണ് ഞാൻ വിളിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് മാതാവിൻ്റെ 8 നോയമ്പിൻ്റെ ഈ തിരുനാൾ അനുസ്മരിച്ച് ആഘോഷിക്കുന്ന അവസരത്തിലും നമ്മെ പ്രത്യേക കഥ ഓർമ്മപ്പെടുത്തുന്നത് ഈ പ്രേക്ഷിത ധർമ്മമാണ്. നമ്മൾ മാമോദീസായിലൂടെ ക്രൈസ്തവ വിശ്വാസത്തിലൂടെ പ്രേക്ഷിതരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. നിങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളാണ് ഏറ്റവും വലിയ പ്രേക്ഷിതരെ. നിങ്ങളാരും വീടിന് പുറത്തെങ്ങും പോയി പ്രസംഗിക്കാൻ പോകുന്നില്ല, അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വലിയ അത്ഭുതങ്ങളാണ്. ഈ ലോകീയപ്പൻ്റെ ഓരോ കുടുംബവും, ഈ ലോകീയപ്പൻ്റെ മാത്രമല്ല എല്ലാ കുടുംബങ്ങളും ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വാസസ്ഥലങ്ങളാണ്, ഭവനങ്ങളാണ്. ആ ഓരോ വീട്ടിലെ ഓരോ ഭവനത്തിലും കർത്താവ് വന്ന് വസിക്കുന്നു. നമ്മുടെ എല്ലാ വീടുകളും ഈശോയുടെ തിരഞ്ഞെടുപ്പിന് പ്രതീക്ഷിച്ചിട്ടുള്ളതാണല്ലോ. നമ്മളാരെയും ഒരു പുതിയ വീട് പണിയുമ്പോഴായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വലിയൊരു വാങ്ങിച്ചിട്ടാണെങ്കിലും താമസം ആരംഭിക്കുന്നതിന് മുൻപ് അച്ഛനെ അല്ലെങ്കിൽ അച്ഛന്മാരെ വിളിച്ച് വീട് പ്രദർശിക്കും. വെഞ്ചരിച്ച ശേഷം മാത്രമേ നമ്മളിവിടെ രാത്രി ചെലവഴിക്കാറുള്ളൂ, കിടക്കാറുള്ളൂ. അത് ആഘോഷമായിട്ടുള്ള രാജ്യം എങ്ങനെയോ ആകട്ടെ, ഒരച്ഛൻ വന്ന് ഒരു വെഞ്ചരിക്കാതെ ഒരു വീട്ടിൽ താമസിക്കാറില്ല. കാരണം അത് ആദ്യമായിട്ട് ആ വീട് ദൈവത്തിൻ്റെ വാസസ്ഥലമാക്കി തീർക്കണമെന്ന് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭവനത്തിൽ നമ്മൾ താമസിച്ചുകൊണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായി തീരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരു കുടുംബത്തിൻ്റെ രൂപം നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരിക്കുകയും വേണം. ആ രൂപത്തിൻ്റെ മുമ്പിൽ നമ്മൾ എല്ലാ ദിവസവും പുലർന്ന് രാവിലെ ജോലിക്ക് പോകുന്ന അവസരത്തിൽ വന്ന് ഒന്ന് വിളിച്ചു വരിച്ച് കർത്താവെ കാത്തുകൊള്ളണമേ, രക്ഷിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചെറിയ പ്രാർത്ഥനയായിരിക്കും അത്. കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ല. എന്നാൽ അതുപോലെ തന്നെ സമാനമായ രാത്രിയിൽ വൈകിട്ട് എല്ലാവരും ഒന്നിച്ചുള്ള കുടുംബ പ്രാർത്ഥന അത് ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ശുശ്രൂഷയാണ്. മാതാപിതാക്കന്മാരും മക്കളും ഒന്നിച്ചു ചേർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബം സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായിട്ട് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ട് നസ്സസ്റ്റി കുടുംബത്തിൻ്റെ മാതൃകയിൽ വിശുദ്ധ കുടുംബമായിട്ട് തിരുക്കുടുംബമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അവിടെ നമ്മൾ മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വം, മക്കൾക്ക് നല്ല മാതൃക നൽകുന്ന ഉത്തരവാദിത്വം, പ്രാർത്ഥന ജീവിതം പങ്കുവയ്ക്കുന്ന ഉത്തരവാദിത്വം, സ്നേഹത്തിന് ശുശ്രൂഷ ചെയ്യുന്ന നല്ല മാതൃകകൾ, പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിക്കുന്ന ഉദാത്തമായ ശ്രേഷ്ഠമായ ബാധകൾ, ഇതെല്ലാം കുടുംബത്തിലാണ്. അത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന വലിയ പ്രേക്ഷിത വേലയാണ്. ആ ഒരു മിശിഹ രൂപപ്പെടണം. പൗലോസ് അതിൻ്റെ പറയുന്നത് തൻ്റെ ലേഖനത്തിലോട്ട്, നിങ്ങളിൽ മിശിഹ രൂപപ്പെടുവോളം ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നു. ആ വേദനയുടെ ആയിരിക്കും എവിടെയിരിക്കുന്ന അമ്മച്ചിമാർക്ക് എല്ലാവർക്കും അറിയാം. പ്രസവ വേദന ആയിരിക്കും. അത് പൗലോസിലെ ആന്തരികമായി അനുഭവപ്പെട്ട ആ ഒരു വേദനയാണ് മറ്റുള്ളവരുടെ ഈശോ രൂപപ്പെടണമെന്നുള്ള ആഗ്രഹം. മറ്റുള്ളവരുടെ ഈശോ രൂപപ്പെടണം. ഈ ഒരു ദൗത്യമാണ് എല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസിക്കും അൽമാർക്കും എല്ലാവർക്കുമായിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരിൽ ഈശോ ജനിച്ച് വളർന്ന് പരമ്പര പഠിക്കുന്നവനാകണം. ഈ കഴിഞ്ഞ ശനിയാഴ്ചയിലെ നമ്മൾ വാർത്ത കാണുകയുണ്ടായ ഒരു കുടുംബത്തിൽ നിന്ന് ജസ്റ്റ് 2 വൈദികരെ 2 പേരും മെത്രാന്മാരായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അതൊരു അത്ഭുത വാർത്ത തന്നെയാണ്. 5 മക്കളുള്ളതിൽ 2 പേര് വൈദികരായി, ഒരാൾ ഒരു പെങ്ങളേ ഉള്ളൂ. ആ പെങ്ങളെ കന്യാസ്ത്രീയായി ആരാധനാലയത്തിൽ, മറ്റ് 2 സഹോദരന്മാർ വിവാഹിതരായിട്ട് കുടുംബജീവിതം നയിക്കുന്നു.
അമ്മച്ചി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. കോതകൻ രൂപയുടെ ഇടുക്കി രൂപയുടെ ഇപ്പോഴത്തെ പിതാവായിരിക്കുന്ന നെല്ലിക്കുന്നൽ പിതാവും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഇപ്പോഴ് ഗോരഖ്പൂർ രൂപതയുടെ പുതിയ പിതാവായിട്ട് നിയുക്തനായിരിക്കുന്ന മാത്യു നെല്ലിക്കുന്നൽ പിതാവും. ഇത്രയും അനുഗ്രഹകരമായൊരു അനുഭവം ആ അമ്മച്ചിയോട് ഈ മക്കളുടെ രണ്ടാമത്തെ മകൻ്റെ ഈ സ്ഥാനാരോഹണത്തിന് ശേഷം പത്രക്കാരും മറ്റുകൾ വിളിച്ചു, അമ്മച്ചി എന്നാ പറയുന്നു? ആ അമ്മച്ചി ഒരു കാര്യം പറയാറുള്ളൂ, കബരാനി സ്തുതി, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇതൊരു വലിയ നിറവിൻ്റെ ഒരു അനുഭവമാണ് നമ്മൾ കാണുക. ദൈവത്തിൻ്റെ കൃപ എങ്ങനെയാണ് ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. ഇവിടെ നമ്മുടെ സഭയിൽ ഇതുവരെ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് 2 പേര് ചേട്ടാനിമാരും അത്രാന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. അച്ഛന്മാരുണ്ട്, ഇരട്ടകളായിട്ടുള്ള അച്ഛന്മാരുണ്ട്, ഇരട്ടകളായിട്ട് സിസ്റ്റേഴ്സുണ്ട്, ഒന്നിലധികം വൈദികരുള്ള കുടുംബങ്ങളുണ്ട്. പക്ഷേ 2 അത്രാന്മാർ ഒന്നിച്ച് വന്നിട്ടില്ല. എന്നിരുന്നാലും അതുപോലെ ഒരു അനുഗ്രഹമാണ്. ആ രീതിയിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നമ്മുടെ ഒരു കുടുംബവും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭവനമാണ് എന്നുള്ള ഉത്തരവാദിത്തത്തോടുകൂടി നമ്മെയാണ് അതിന് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വേറെ ആരും ചെയ്യുകയില്ല. ഓരോ കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്വം ആ കുടുംബത്തിലെ മാതാവിനും പിതാവിനുമാണ്. ആ മാതാപിതാക്കന്മാർ ജീവിതമാണ് മക്കളിലേക്ക് പകരുന്നത്. ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മക്കളെല്ലാവരും നല്ലവരായിരിക്കണം, നല്ല രീതിയിൽ പഠിക്കണം, വളരണം. അതുപോലെ തന്നെ അവരെവിടെ പോയാലും നല്ല രീതിയിൽ തന്നെ പെരുമാറണം. അവർക്ക് അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, നന്മ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ നന്മയുടെ വഴിയിൽ കൂടി അവരൊക്കെ വളരണം എന്നുള്ളത് പ്രത്യേകമാക്കിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും അമേരിക്കയിലെ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ അവിടെയുള്ള അധികം കുടിയേറ്റം എല്ലാവരും ഇവിടുത്തെ കേരളത്തിൻ്റെ എല്ലാ ഇടവകളിൽ നാട്ടിൽ നിന്ന് പോയിട്ടുള്ളവരാണ് മലയാളികളായിട്ടുള്ള ഒത്തിരിക്കരെ. അവർ ആദ്യമൊക്കെ പോയവരെല്ലാവരും സ്ത്രീകളെല്ലാവരും തന്നെ നേഴ്സുമാരായിരുന്നു. പിന്നെ അവർ വിവാഹം കഴിച്ച് ജീവിത പങ്കാളിയെ കൊണ്ടുപോയി അങ്ങനെ വലിയ കുടുംബങ്ങളായിരുന്നു പറ്റും. അങ്ങനെയാണ് അമേരിക്കയിലെ ആദ്യത്തെ കുടിയേറ്റ ചരിത്രം വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അവരൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് വടക്കയിലേക്കാണ് അധികം പേരും പോകുന്നത്. അവിടെ അതിൽ കോട്ടയത്ത് അല്ലെങ്കിൽ എറണാകുളത്ത് വന്ന് തിരിച്ച് കയറി അവർ അങ്ങോട്ട് യാത്രയാകണം. അവരെവിടെ അവിടം വരെ കൊണ്ടുവിട്ടാൽ മാതാപിതാക്കന്മാർ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. 2 കൂട്ടർ കരച്ചിലാണ്. പോകുന്നവരും കരയുന്നു, ഇവർ വീട്ടിലേക്ക് പോകുന്നവരും കരയുന്നു. കാരണം വേർപാടിന് വേദന നമുക്കറിയാം. അന്ന് എന്നുള്ളത് പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സമ്പർക്ക മാധ്യമങ്ങളൊന്നുമില്ല. അവിടെ ചെന്നിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് അവിടെ എഴുത്തെഴുതി ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മറുപടി അങ്ങോട്ട് ഒഴുകുമ്പോൾ ഒരു മാസത്തോളമാകും. ആ രീതിയിൽ ഉള്ള സമ്പർക്കങ്ങളുണ്ടായെങ്കിലും ആ മാതാപിതാക്കന്മാരൊക്കെ കണ്ണുനീര് ഒഴിച്ചുകൊണ്ട് തങ്ങളുടെ മക്കൾ പോകുന്ന വഴിയിൽ തമ്പുരാനെ കാത്തുകൊള്ളുന്ന വഴിയിൽ അവർ പ്രാർത്ഥിച്ച ഒരു യാത്രയായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഒരു ഉറപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള, കാണിച്ചു കൊടുത്തിട്ടുള്ള, പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ മക്കളെ സുരക്ഷിതരായി കാത്തുകൊള്ളും. അവർ ആ മാതാവിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സന്നിധിയിലാണ് സമർപ്പിച്ച് അയച്ചിട്ടുള്ളത്. ആ ഓർമ്മ മക്കളുണ്ട്. ഞാൻ അമേരിക്കയിലെ ഡാലസിലെ ഒരു ദിവസം അവിടെ ഒരു വീട്ടിൽ ഒരു ഈശോയുടെ തിരുഹൃദയത്തിൽ ഒരു കുഞ്ഞു രൂപം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നല്ല കുടുംബമാണ്, വലിയ കുടുംബമാണ്. പക്ഷേ ആ കുഞ്ഞു രൂപം, അതിനൊരു കുഞ്ഞു രൂപം മാറ്റി കളഞ്ഞിട്ടില്ല. അതവിടെ ഇപ്പോഴും അവിടെയുണ്ട് ആ കുടുംബത്തിൽ കാണാൻ. ഞാൻ ചോദിച്ചു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ രശമെന്നാണ് വീട്ടുകാരുടെ പേര്. അവിടെ ഇതുപോലെ നേഴ്സിങ്ങിന് പോയ അവസരത്തിൽ അമ്മ കൊടുത്തുവിട്ടതാണ്. അമ്മ ഈ ഈശോയുടെ ഹൃദയത്തിന് അവിടെ വരവേൽപ്പിച്ചു കൊടുത്തുവിട്ടത് ആ രൂപം. അവിടെ ഇന്നും മെഡിക്കലായി വർഷങ്ങളായി മക്കളായി കൊച്ചുമക്കളെയൊക്കെ ഇന്ന് വലിയമായിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും ആ ഈശ്വരത്തിൻ്റെ കുഞ്ഞു രൂപം അവരുടെ വീട്ടിൽ നിന്ന് സുഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവത്തോട് ചേർത്ത് നിർത്തി മക്കളെ വളർത്തേണ്ടത്? അങ്ങനെ മക്കളെ ദൈവത്തിൻ്റെതായ രീതിയിൽ പ്രതിഷ്ഠിച്ച് വളർത്തിക്കഴിയുമ്പോൾ അവരെങ്ങനെ ദൈവത്തിൻ്റെ ഛായയിലെ സ്നേഹത്തിലുള്ള മക്കളായി തീരുന്നു, അവരുടെ മക്കളെ എങ്ങനെ വളർത്തുന്നുള്ളതൊക്കെ ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. അതെ, നമ്മയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വലിയ പ്രേക്ഷിത ദൗത്യം, അത് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രേക്ഷിതത്വമാണ്. ഇന്നിവിടെ ഞാനും ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരും ഇവിടെ സിസ്റ്റേഴ്സ് ഒത്തിരി പേരിവിടെയുണ്ട്. അതുപോലെ നിങ്ങൾ മാതാപിതാക്കന്മാരും ഒക്കെ ഇന്നിവിടെ ആയിരിക്കും. നിങ്ങളെല്ലാവരും പുറകോട്ട് നോക്കുമ്പോൾ നാം ഒക്കെ ഇന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുടെ അധിഷ്ഠിതമായ പ്രാർത്ഥനയാണ്. അവരുടെ നല്ല മാതൃകയാണ്, അവരുടെ ഉപദേശങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്.
അവരൊക്കെ ഒരുപക്ഷെ അവരൊക്കെ കുറേ പേരെങ്കിലും മരണം വഴി നിത്യസമാധി വിളിക്കപ്പെട്ടവരായിരിക്കാമെങ്കിലും അവരൊന്നും നമ്മെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ശാസിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പേരൊന്നും നമുക്ക് ആർക്കും അവരുടെ പേരിൽ പരാതിയില്ല. കാരണം അതൊക്കെയാണ് നമ്മെ നല്ല വഴിയുടെ നടത്താൻ സഹായിച്ചിട്ടുള്ളത്. ഇന്നും മക്കളെ വളർത്തുന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വലിയൊരു ചുമതലയുണ്ട്. ദൈവത്തിന് പ്രിയമുള്ള മക്കളായിട്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള മക്കളെ വളർത്തിയെടുക്കുവാനായിട്ട്. അന്നൊക്കെ കുടുംബങ്ങളുടെ മക്കളുടെ എല്ലാം കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിലൊന്നും കാരണന്മാർക്ക് മാതാപിതാക്കൾക്ക് ഒരു കുറവും വന്നിട്ടില്ല. അവരൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരവരെ പഠിപ്പിച്ചു, വളർത്തി, വലുതാക്കി ഇന്ന് ഇവരുടെ പല തുറകളിലാക്കി ജീവിക്കുന്നു. മക്കളെപ്പോഴും ദൈവത്തിൻ്റെ ദാനമാണല്ലോ, അനുഗ്രഹമാണല്ലോ. ആ മക്കളെ നല്ല മനസ്സോടെ സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി വളർത്താനുള്ള ഉദാഹരണം കാണിക്കുമ്പോൾ കർത്താവ് അവരെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നു. അവിടുത്തെ വഴികൾ മനോഹരമാണ്, സുന്ദരങ്ങൾ. കർത്താവിൻ്റെ വഴികൾ എത്ര സുന്ദരം! ആ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പലായിലെ ആദ്യത്തെ പിതാവായിരുന്ന മാർസബാസിന് വയൽ പിതാവ് തൻ്റെ റിട്ടയർമെൻ്റ് കാലത്ത്, വിശ്രമജീവന കാലത്ത് തൻ്റെ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. നിൻ്റെ വഴികൾ എത്ര സുന്ദരം. പിതാവിൻ്റെ ആത്മകഥയുടെ പുസ്തകത്തിൻ്റെ പേരതാണ് നിൻ്റെ വഴികൾ എത്ര സുന്ദരം. അതിൽ പ്രതിപാദിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവം എങ്ങനെയാണ് പിതാവിനെ നടത്തിയത് എന്നുള്ളതിൻ്റെ വ്യക്തമായ വിശദീകരണമാണ്. അതുതന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാറുള്ളത്. ദൈവത്തിൻ്റെ ഈ വഴികൾ എത്ര സുന്ദരം. ഞാൻ ഇന്ന് അമേരിക്കയിലെ ഇപ്പോഴേ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ വർഷം അവധിയോടെ റിട്ടയർ ചെയ്തു. എങ്കിലും ഇപ്പോഴും അമേരിക്കയിലും ഇവിടെയുമായിട്ട് കഴിഞ്ഞുകൂടുന്നു, സന്ദർശനം നടത്തുന്നുണ്ട്. ഇവിടെ ഞാൻ പല രൂപതയിൽ അച്ഛനായിട്ട് ജീവിച്ചിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ടാണ് അമേരിക്കയിൽ സീറോ മലബാർ മിഷൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വർഷം മുമ്പ് 1984 ഞാൻ അമേരിക്കയിൽ പോകുന്നത്, അങ്ങോട്ട് പോകാനിടയായത്. അതിനുശേഷം അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2001 രൂപത സ്ഥാപിതമാകുന്നത്. നമ്മുടെ ഇന്ത്യക്ക് വെളിയിലുള്ള സീറോ മലസഭയുടെ ആദ്യത്തെ രൂപതയാണ്. അതിൻ്റെ ആദ്യത്തെ മെത്രാനായിട്ടാണ് എന്നെ പരിശുദ്ധപിതാവ് ഇന്ന് വിശുദ്ധനായിരിക്കുന്ന ജോൺ പോൾ മാർപ്പാപ്പ നിയമിച്ചത്. അങ്ങനെ അന്ന് മുതലേ മെത്രാനെടുത്ത ശുശ്രൂഷ ശിക്കാഗോ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ കഴിഞ്ഞ വർഷം 75 വയസ്സിൻ്റെ ഗെയിമിൽ ഞങ്ങൾ മെത്രാന്മാർക്കും അച്ഛന്മാർക്കും ജോലിയിൽ നിന്ന് വിരമിക്കണം, റിട്ടയർ ചെയ്യണം എന്നുള്ളൊരു നിയമമുണ്ട്. അതനുസരിച്ച് പ്രത്യേകമായിട്ട് ഞാൻ ഇദ്ദേഹത്തെ സമർപ്പിക്കുകയും രാജികത്ത് സമർപ്പിക്കുകയും പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ച് എൻ്റെ പിൻഗാമിയായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ സഹായകത്തനായിരുന്ന അഭിനന്ദ ആലപ്പാട്ട് പിതാവിനെ രണ്ടാമത്തെ മെത്രാനായിട്ട് രൂപതയുടെ അച്ഛനായിട്ട് നിയമിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ രീതിയിലുള്ള ശുശ്രൂഷ അദ്ദേഹം നടത്തുന്നു. ഞാൻ എൻ്റെ വിശ്രമ അവസരങ്ങളിൽ ഇടവകൾ ബന്ധപ്പെട്ട് സഭയിൽ ബന്ധപ്പെട്ട് പറ്റുന്ന രീതിയിലുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാനുള്ളൊരു വിളി. അതാണ് കുടുംബത്തിൽ മാതാപിതാക്കന്മാർക്കും ദേവാലയങ്ങളെ വൈദികർക്കും സന്യാസ സിസ്റ്റേഴ്സിനും അല്ലെങ്കിൽ സന്യാസികൾക്കും ഒക്കെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആരും യാദൃശ്ചികമായിട്ട് വന്നവരല്ല. ദൈവത്തിന് അങ്ങനെ യാദൃശ്ചികമായിട്ട് ഒന്നുമില്ലല്ലോ. നമ്മൾ പറയാൻ കഴിയും അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു, യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണെന്നല്ല. ദൈവത്തിന് മുമ്പിൽ ഒന്നും യാദൃശ്ചികമല്ല. എല്ലാത്തിനും പ്ലാനും പദ്ധതിയുമുണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് നമുക്കൊരു അസ്വസ്ഥ ഉണ്ടാകും, ശരിയാണ്. പക്ഷേ അതിലൂടെയൊക്കെ ദൈവം പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഏറെയാണ്. അത് പിന്നീട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കർത്താവ് എങ്ങനെയാണ് കൈപിടിച്ചതെന്ന് നടത്തുന്നത്. ഏതെങ്കിലും ഒരു വിഷമഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും. അത് കഴിയുമ്പോഴാണ് കർത്താവ് നീ എത്ര മഹത്വമുള്ളവനാണ്, എത്ര സ്നേഹമുള്ളവനാണ്, നീ എന്നെ ഇതിൽ നടത്തിയല്ലോ, അതിനുള്ള നന്ദി പറയുമെന്ന് പറയാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ആ രീതിയിൽ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഈ പ്രേക്ഷക മനോഭാവത്തോടുകൂടി ഈശ്വരൻ നമ്മിൽ എന്നതുപോലെ മറ്റുള്ളവരുടെ രൂപപ്പെടുന്നതൊക്കെ വണ്ണം നമ്മൾ ആ പ്രേക്ഷക പ്രവർത്തനം നിർവഹിക്കുവാൻ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമാണ് ഒരു പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം ബൈബിളിലേക്ക് തന്നെ കഴിഞ്ഞാൽ പരിശുദ്ധ പറഞ്ഞ് അവളെ മഹത്വീകരിച്ചത്, ദൈവമാനസ്ഥാനത്ത് ഉയർത്തിയത് ഗബ്രിയേൽമാലായുടെ സന്ദേശത്തിൻ്റെ അവസാനത്തെ കൊച്ചു വാചകമാണ്. ഇത് ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ജനം പോലെ എന്നെ ഭവിക്കട്ടെ. ഈ ഒരു സമർപ്പണം, ഇത് ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ജനം പോലെ എന്നെ ഭവിക്കട്ടെ. ദൂതൻ എപ്പോൾ അവിടെ വന്ന് പോയി എന്ന് പിന്നീട് കാണുന്നു.
അപ്പോൾ ഈ രീതിയിൽ ഈ കൊച്ചു വാചകത്തിലൂടെ വെറും മനുഷ്യസ്ത്രീയായിരുന്ന യുവനികായിരുന്ന മറിയം ദൈവത്തിൻ്റെ മാതാവായിട്ട് ഉയർത്തപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പിനുണ്ടായി. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നെ ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ വിധേയത്വത്തോട് വർത്തിക്കുവാറുടെ മാതൃകയാണ് അമ്മ നമ്മൾ വയ്ക്കുന്നത്. പിന്നീടുള്ള ജീവിതം നോക്കുമ്പോൾ ഒരുപാട് കഷ്ടതകൾ കൂടി, വേദനകൾ കൂടി, സംശയങ്ങളിലും ഒക്കെ അമ്മ കടന്നു പോയിട്ടുണ്ട്. അതിലേക്കെല്ലാം ഞാൻ കിടക്കുന്നില്ല. പക്ഷെ എല്ലാത്തിലും എപ്പോഴും ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഇഷ്ടം അത് നിറവേറണം. ഇതാ ഞാൻ കർത്താവിന് ദാസി, നിന്റെ ഇല നിറവേറട്ടെ. ഈശോ തന്നെയും പിന്നീട് ഗെത്സമേനിൽ പാടി പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോഴേ എല്ലാത്തിനും ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപ അടുത്തറിയാൻ അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ട്, മകനായിട്ട്, മകളായിട്ട് രൂപാന്തരപ്പെടാൻ നമുക്ക് സാധിക്കും. ഇതേ അനുസ്മരിച്ചുകൊണ്ടാണ് അമ്മ തൻ്റെ കൃതജ്ഞത പ്രകാരത്തിൽ പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൈവിട്ട് നടത്തുന്ന വഴിയിലൂടെ ചിന്തിക്കുമ്പോൾ, പുറകോട്ട് നോക്കി വർഷങ്ങളിലേക്കുള്ള ചരിത്രം നോക്കുമ്പോൾ ഏതെല്ലാം രീതിയിൽ ദൈവം നമ്മെ കൈവിടിച്ച് നടത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വലിയൊരു കൃപയാണ്. ഒരു വഴി യാത്രയാൽ, ദീർഘമായ ഒരു യാത്രയാൽ കർത്താവിൻ്റെ വഴി അവിടെ തന്നെ ശക്തനായ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നാം ചെയ്തു അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ചെയ്തികൾ ഓരോന്നും വളരെ അത്ഭുതകരമാണ്, അത്ഭുതാവഹമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ തിരഞ്ഞെടുപ്പിന് വിധേയരായിട്ടുള്ള നാം ഓരോരുത്തരും ദൈവത്തോട് ചേർന്ന് നിന്ന് ഒപ്പം യാത്ര ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളായി തീർന്നത്. കർത്താവ് നിന്നോട് അരുളി ചെയ്യപ്പെട്ടവ പൂർത്തിയാവുമെന്ന് വിശ്വസിച്ച് നീ എത്ര ഭാഗ്യവതി എന്ന് അമ്മയെപ്പറ്റി ഇളയമ്മ എലിസബത്ത് പ്രകീർത്തിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ ഞാൻ ആരാണ്? അതെ, ആ കർത്താവിൻ്റെ അമ്മ ഇന്ന് ഇവിടെ ഈ പ്രബലകാല ദേവാലയത്തിൽ നമ്മെ ഓരോരുത്തരെയും നോക്കി ഇത് തന്നെയാണ് പറയുന്നത്. കർത്താവിൻ്റെ അമ്മയുടെ സാന്നിധ്യം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. എലിസബത്തിനോടൊപ്പം നോക്കം പറയാനുള്ളത് ഇതാണ്, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാറുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ കിട്ടി? കർത്താവിൻ്റെ അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാറുള്ള കൃപ എനിക്ക് എങ്ങനെ കിട്ടി? അത് ദൈവത്തിൻ്റെ കരുണയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യം പ്രകീർത്തിക്കുവാനായിട്ട് പരിശുദ്ധയമ്മയോടും ഗബ്രിയേൽ വിശുദ്ധ എലിസബത്തിനോടും ഒക്കെ ചേർന്ന് നമ്മൾ ഈ ബാല്യം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 8 നോമ്പ് നമ്മൾ ആചരിക്കുന്നു. ഒപ്പം ഇവിടെ നടക്കുന്ന ബൈബിൾ കൺവെൻഷൻ അതിൽ നമ്മൾ സംബന്ധിക്കുന്നു. അങ്ങനെ എല്ലാം വളരെ അനുഗ്രഹീതമായ സ്വർഗീയ കൃപയാവരത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടുകയാണ്. അതിനായിട്ട് ഇവിടെ ഈ വിരുന്നൊരുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ, രഹസ്യം എല്ലാവരും വളർന്ന് ബൈബിൾ കൺവെൻഷൻ നേതൃത്വം നൽകി നമ്മൾ നയിക്കുന്നത്. അതോടൊപ്പം എല്ലായ്പ്പോഴും ഇപ്പോഴും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വികാരികളും മറ്റ് കൊച്ചന്മാരും വിരോധി അച്ഛന്മാരും ഒക്കെയാണ്. അവന് അതിൻ്റെ വികാരിയായ സൃഷ്ടി ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെയുള്ള ഫാദർ പോൾ വർത്തിക്കുന്നതിൽ ഞങ്ങൾ ഒന്നിച്ച് സെമിനാരിയിൽ ഒന്നിച്ച് പട്ടം മേടിച്ചവരാണ്. അവരൊത്തിരി കാര്യങ്ങൾ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് ഓർക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ വലിയവരെയും നമുക്ക് അനുസ്മരിക്കാം. നമ്മൾ ഇടവകയിൽ ജോലി ചെയ്യുന്നവർ, നമുക്ക് വേണ്ടി വചനശുശ്രൂഷ ചെയ്യുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും ക്രിസ്തു വേലയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള സഭകളിലെയും പ്രത്യേകിച്ചും ഇന്ത്യക്ക് വെളിയിലുള്ള സീറോ മലബാർ സഭ അങ്ങനെ പ്രത്യേക ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ജനരക്ഷക്കാവരുടെ ആദ്യത്തെ ഇന്ത്യക്ക് വെളിയിൽ ആദ്യത്തെ രൂപതയായിരുന്നു ഇന്ന്. അതുകൂടാതെ വേറെ രൂപതകളൂടെ ആയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓസ്ട്രേലിയയിൽ മെൽബൺ രൂപതയുണ്ട്, കാനഡയിൽ മിസിസാഗ രൂപതയുണ്ട്, ഗ്രേറ്റ് ബ്രിട്ടനിൽ അവിടെ സീറോ മലബാർ രൂപത അവിടെയുണ്ട്. അതുകൂടാതെ ചിക്കാഗോ രൂപതയുണ്ടല്ലോ. അതുകൂടാതെ ഇംഗ്ലണ്ടിൽ അപ്പോസ്തലിക് വിസിറ്റേഷൻ എന്ന രീതിയിൽ ഒരു രൂപത സഭാ സംവിധാനമുണ്ട്. ഇങ്ങനെ 5 സഭാ ഘടകങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ ഇന്ന് ആയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വേർതിരിവിലേക്ക്, അതായത് ഓഗസ്റ്റ് മാസം 1 മുതൽ 6 വരെ
പോർച്ചുഗലിലെ ലിസ്ബണിൽ നടന്ന വേൾഡ് യൂത്തിലെ സമ്മേളനം ഉണ്ടായിരുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പാനെ സംബന്ധിച്ച് ഏതാണ്ട് 8 ലക്ഷത്തോളം യുവജനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കത്തോലിക്കരായ ഇവരോട് സംബന്ധിച്ച് പരിശുദ്ധ പിതാവിനോടും അവർ ആഘോഷമായി കുർബാനയ്ക്ക് അർപ്പിച്ചതിന് ഏതാണ്ട് 400ഓളം യുവജനങ്ങൾ ഇന്ത്യക്ക് വെളിയിലുള്ള ഈ 5 രൂപതകളിൽ നിന്നായിട്ട് അത് സംബന്ധിക്കുകയുണ്ടായി. ആ ദാസങ്ങളുടെ മെത്രാന്മാരോടുകൂടി തന്നെ അതൊരു ആദ്യത്തെ സംഭവമാണ്. അത്രയും പേര് ഒന്നിച്ച് സീറോ മലബാർ ടൈറ്റിലിൽ കൊടിക്കീഴിൽ അവരവിടെ ഒന്നിച്ച് വരികയും ഒന്നിച്ച് ബലിയർപ്പിക്കുകയും ആഘോഷ തിരുക്രമങ്ങൾ കാറ്റഗറിസൊക്കെ നടത്തുകയും ചെയ്തു. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് വളരട്ടെ, ഉയരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ വഴി ഇങ്ങനെ ഈ ഒരു അവസരം എനിക്ക് കൃപയുടെ അലച്ചനോടും എന്നെ സൂചിച്ച് നിങ്ങളോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. നമ്മൾ എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും എപ്പോഴും കർത്താവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരും പരിശുദ്ധി അമ്മയെ പോലെ നിർവഹിക്കുന്നവരുമായി തീരട്ടെ. അങ്ങനെ അവിടുത്തെ ഈശ്വരൻ നാമം ഭക്തീകരിക്കപ്പെടട്ടെ. ഇത് ഞാൻ കർത്താവിൻ്റെ ദാസിയും അവിടുത്തെ ജനം പോലെ എന്നെ അനുഭവിക്കട്ടെ. ഈ മനോഹരമായ വാക്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവരകാറ്റ് മുത്തിയമ്മയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം.